ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സത്യത്തിൽ നൈറ്റ് ഓഫ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പോകുന്നത് ഒരു ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാനാണ്. അപ്പം നമ്മൾ എവിടെയാണ് ചായ കുടിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവിടെ എന്താ പറയുക റേറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. വല്ലപ്പോഴും പറഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിനെ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ ഫീലിക്കാം എന്ന് തോന്നുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ അടിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ പോകാറുണ്ട്. അടുത്ത കുറച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇരിക്കാം, കുറച്ചേരം ഇരിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരു ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേരം ഇരിക്കാം. അതായത് നമ്മുടെ ഇഷ്ടമാണ് നമ്മളൊക്കെ ഇറങ്ങാന്നുള്ളത്. അപ്പം ഒരു ചായ ഓർഡർ ചെയ്ത് ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ കളിക്കുന്ന ഒരു പുസ്തകം വായിച്ച് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് തിരിച്ചു പോകാനൊക്കെ ഉള്ളത് അതൊക്കെ രസമാണല്ലോ. എപ്പോഴും നമ്മുടെ റൂമിനുള്ളിലും അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ നടക്കുന്നതിന് കുറച്ച് സമയം നമുക്ക് ഒന്ന് ശാന്തമായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നടക്കും, വലിയ പൈസയും പൊട്ടൂല അങ്ങനെ. പേഴ്സണൽ ഇഷ്യൂസും പ്രൈവറ്റ് ഇഷ്യൂസും ഒക്കെ കണക്കിലെടുത്ത് വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ കയറി ചായക്കൊക്കെ ഓർഡർ കൊടുത്തു. നമ്മളൊരു അമേരിക്കാനോ ഒക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. സോ ചായ വന്നു, പാലില്ലായിരുന്നു. എന്താ പറയുക, ഊളവെള്ളം എന്നൊക്കെ പറയാം. ഇതിലും നല്ല ചായ നോക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു രസം അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടെ വന്ന് ചേച്ചി വന്നിട്ട് മറ്റേ ബ്രൗൺ ഷുഗറൊക്കെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ വൈറ്റ് ഷുഗറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് പാലില്ല, ചായയിൽ പാലില്ല. അങ്ങനെ പാലിൻ്റെ പാത്രം എടുത്ത് കമിഴ്ത്തി നോക്കിയപ്പോൾ പാലിൻ്റെ പാത്രം എനിക്ക്. അപ്പം ഞാൻ പോയി പറഞ്ഞു, പാലില്ല ചേച്ചി, ഇത്തിരി പാല് തരുമെന്ന്. അപ്പോൾ ആ ചേച്ചി ക്യാനിലാണ് പാൽ വന്നത്. ആ ക്യാനിൽ പാൽ അങ്ങനെ അതിലേക്ക് ഊറ്റി. ഇവിടെയൊക്കെ പച്ചപ്പാലാണ് കേട്ടോ നമ്മൾ ചായയിലേക്ക് യൂസ് ചെയ്യുക, ഐ മീൻ കാപ്പിയിലേക്ക് ചായയിലേക്കൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ അതെടുത്ത് ഞങ്ങളൊരു സീറ്റ് കണ്ടെത്തി അവിടെ വന്നിരുന്നു. ആ സീറ്റിലിരുന്ന് ചായ വലിച്ച് ഗുപ്തനിഷ്ടം ചായ, എന്താ ചൂട് ചായ ഊതി കുടിക്കുന്നതാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അങ്ങനെ അവിടെ ഇരുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പം ഞാനിപ്പോൾ അവിടെ ചോദിച്ചതെന്നറിയോ, ബില്ല് കിട്ടിയില്ലേ എന്നാണ് ചോദിച്ചത്. കാരണം ഞാൻ നിങ്ങളോട് ബില്ല് എത്രയെന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഏതാണ്ട് 3.50 മറ്റോ ആയിട്ടുണ്ട്. കാരണം നമ്മൾ മീഡിയം ആണ് എടുത്തത്. സോ സ്മോളിന് കുറച്ചൊരു പൈസ കുറവാണ്, ലാർജിന് കുറച്ചൊരു പൈസ കൂടുതലാണ്. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം പേസ്ട്രീസ്, ഡോണറ്റ്സ് അങ്ങനെയുള്ള ഭയങ്കര സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മളൊന്നും എടുത്തില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും അധികം മധുരം കഴിക്കില്ല എന്ന് തീരുമാനിച്ചെടുക്കുന്നത് കൊണ്ട് ഒന്നും എടുത്തില്ല. പിന്നെ ഇതവിടെ ഇരിക്കുന്ന കുറച്ച് മദാമാസ് ആൻഡ് സൈപ്സ് ഒക്കെയാണ്. ഇവരെ കാണിച്ച് നാളെ എനിക്കിട്ട് പണി കിട്ടുമെന്ന് അറിയില്ല. എന്നാലും അങ്ങനെ ഞാൻ അവിടെ ചാരിയിരുന്ന് വീണ്ടും എൻ്റെ ചായ ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെയും ചായ കയറി വന്നു, കാപ്പി ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, നന്നായിട്ടൊന്ന് റിലാക്സ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് കുറച്ച് നേരം തോണ്ടിക്കൊണ്ടിരുന്നു. ഓക്കെ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ കയറി കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം എന്നോട് ചേച്ചി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ നിൻ്റെ ചായ തണുത്ത് പോകുമെന്ന്. അപ്പോഴാണ് ഞാൻ കാപ്പിയെക്കുറിച്ച് ഓർത്തത്. പിന്നെയും കാപ്പി വലിച്ചു മോന്തി പിന്നെയും ഇരുന്ന് തോണ്ടാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ് സുഹൃത്തുക്കളെ. ബൈ ബൈ പറഞ്ഞ് അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാണ്. ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി സാമ്പാർ ഉണ്ടാക്കി ചേച്ചി കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ടൈം എത്രയാണെന്ന് അറിയാം, 4:30. സോ നല്ല കട്ട വെയിൽ
വെയിലാണ് കേട്ടോ. പക്ഷേ ഈ വെയിലിന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തായാലും പറയുക, UV റേസ് കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇട്ട് പുറത്തിറങ്ങുന്നൊക്കെ വേണം. ഇവിടെ ഈ സ്കിൻ ക്യാൻസറിൻ്റെ ചാൻസസ് വളരെ കൂടുതലാണെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ച്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. എനിവേ, സോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. പക്ഷേ ഒരു 6:45 മുന്നോട്ട് ഇറങ്ങണം. ഇന്ന് സാറ്റർഡേ കുറേ കാലമായി പള്ളിയിൽ പോയിട്ട് ഇന്നൊന്ന് പള്ളിയിൽ പോകണം. സോ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടിച്ചു